വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തമ്മിലിൽ കണ്ട പോലെ ഒരു മീഷോ ഇയറിങ്സ് ഹോൾ വീഡിയോ ആണ്. ഹോൾ എന്ന് പറയാൻ റീസെൻ്റ്ലി ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല, കുറച്ച് വർഷങ്ങൾ ആയോന്നും എനിക്കറിയില്ല. കുറച്ച് നാളുകളായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഇയറിങ്സ് കളക്ഷനാണ്. പിന്നെ സ്റ്റാർട്ടിങ് പ്രൈസ് 150 ആണ്. 150 to 200 മേലെ ഒരു ഇയറിങ്സും ഇല്ല ഈ ഒരു വീഡിയോയിൽ. പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന കുറച്ച് അഫോർഡബിൾ ഇയറിംഗ് കോംബോസ് ഉണ്ട്. ഇത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ ഉള്ള കുറച്ച് ഇയറിങ്സ് കോംബോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. എൻ്റെ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഇയറിങ്സിൻ്റെ കോംബോ സെറ്റാണ്. ഇത് ഞാൻ വാങ്ങിക്കുമ്പം എനിക്കൊരു 180 റുപ്പീസിനാണ് കേട്ടോ ഈ ഒരു ഇയറിംഗ് സെറ്റ് വരുന്നത്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഇയറിംഗ് സെറ്റാണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഇയറിങ്സ് ആണ് കേട്ടോ. അത് ജസ്റ്റ് വളരെ സിമ്പിൾ ഡിസൈനിൽ വരുന്നതാണ്. കണ്ടോ, ഇത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ലൈലാക്ക് കളറിലുള്ളതാണ്. പിന്നെ നമുക്ക് യെല്ലോ കളറുണ്ട്, പിന്നെ ബ്ലൂ ഉണ്ട്, ഗ്രീൻ, ഒരു മെറൂൺ വൈൻ കളറിൽ വരുന്നതാണിത്. പിന്നെ നമുക്ക് പിങ്ക് കളറുണ്ട്, പിന്നെ വൈറ്റ് സ്റ്റോൺസ് വരുന്ന ഒരു വൈറ്റ് കളറും ഉണ്ട്. പിന്നെ ഇതിനൊപ്പം ബ്ലാക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ ഊരിയിട്ട് എവിടെയോ വെച്ചു, ഇപ്പം നോക്കിയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഓവറോൾ ഇത് മൊത്തത്തിലൊരു 120 to 150 റേഞ്ചിലായിരുന്നു, അല്ലെങ്കിൽ 160. എനിക്ക് കറക്റ്റായിട്ട് പ്രൈസ് ഓർമ്മയില്ല ഞാൻ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അതെന്തായാലും ഇവിടെ കൊടുക്കാൻ എവിടെയെങ്കിലും ഇതിൻ്റെ പ്രൈസ് മെൻഷൻ ചെയ്യാം. ഇതെനിക്ക് ഡെഫിനറ്റ്ലി വർത്ത് ആയിട്ടുള്ള ഒരു ഇയറിംഗ് കോംബോ ആണ് കേട്ടോ. കാരണം നമുക്ക് ഡെയിലി ഇപ്പോൾ കോളേജിലേക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഇട്ടിട്ട് പോകണമെങ്കിൽ ഇതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും കവർ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് പോകാൻ വേണ്ടി ഒറ്റ ഒരു കോംബോ സെറ്റ് വാങ്ങിച്ചാൽ മതി. ഇതിലെല്ലാം ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഇട്ടിട്ട് പോകാം. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര സിമ്പിളും മിനിമലും ആണ്. അപ്പോൾ അത്ര ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ടൈപ്പ് അല്ല. അതുകൊണ്ട് തന്നെ കോളേജിലേക്കൊക്കെ പോകുമ്പം അപ്രോപ്രിയേറ്റ് ആയിരിക്കും. അങ്ങനെ നെക്സ്റ്റും ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഇയറിങ്സ് കോംബോ തന്നെയാണ്. ഇതും ഒരു 8 കളേഴ്സിൽ വരുന്നതാണ്. 170 ആയിരുന്നു എന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ഇത് മറ്റേ ഇയറിങ്സ് കോംബോ പോലെ സിമ്പിൾ അല്ല. കുറച്ച് എന്നുവെച്ചാൽ സിമ്പിളാണ് എന്നാൽ അത്ര സിമ്പിളും അല്ല, കുറച്ചൊരു ഗ്രാൻഡാണ് കേട്ടോ. ഇതിൻ്റെ കാരണം ഇതിന് കില്ലിങ്ങിൻ്റെ സംഭവം വരുന്നുണ്ട്. ആൻഡ് ദെൻ ഇത് യെല്ലോ കളറുണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ബ്ലൂ കളറിൽ വരുന്നുണ്ട്. ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ആണെന്ന് തോന്നുന്നു, ബ്ലൂ അല്ല, ഒരു ഗ്രീൻ ആ ഒരു ഇത്. പിന്നെ ബ്ലാക്ക് കളറിലും വരുന്നുണ്ട്, കണ്ടോ. ദെൻ യു ഹാവ് ഗ്രീൻ, അങ്ങനെ ബ്ലൂ. അപ്പം അങ്ങനെ ഒരു 8 കളേഴ്സിലത് വരുന്നുണ്ട്. യെല്ലോ 8 കളേഴ്സിൽ വരുന്നുണ്ട്. ഇതും എനിക്ക് ഡെഫിനറ്റ്ലി വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്കിപ്പോൾ എന്നും സിമ്പിൾ കമ്മലിട്ട് ബോറടിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഗ്രാൻഡ് കമ്മലുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഇത് ട്രൈ ചെയ്യാം. കാരണം ഇത് അത്ര സിമ്പിളും അല്ല എന്നാൽ അത്ര ഓവറും അല്ല, അങ്ങനെ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന കമ്മലാണ്. ഈ ഒരു കോംബോ സെറ്റും ഡെഫിനറ്റ്ലി വർത്താണ്. കാരണം മൾട്ടിപ്പിൾ കളേഴ്സിൽ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു സെറ്റ് വാങ്ങിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ വെക്കുകയും ചെയ്യാം. സോ എന്തായാലും ഇതും ഡെഫിനറ്റ്ലി വർത്താണ്. അപ്പം ഇതിൻ്റെ ഈ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ഞാൻ എന്തായാലും നമ്മുടെ മൈ വിഷ് ലിങ്കിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോയി വാങ്ങിക്കാം. ഓക്കെ, കാണിക്കാൻ മറന്നു. ആ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു പേസ്റ്റൽ പിങ്ക് കളറുണ്ട്, നല്ല രസമല്ലേ. ഇതിലൊരു കമ്പനി ഒരു സെറ്റ് ഞാൻ ഇട്ട് കാണിക്കാം. കാരണം ഇതെങ്ങനെയാണ് കാണുന്നത് ഞാൻ ഇട്ട് കാണിച്ചിട്ടില്ലല്ലോ. കണ്ടില്ലേ, നന്നായിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇയറിംഗ് കോംബോ. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് ഇയറിംഗ് ആണ്. ഇത് ഇയറിംഗ് കോംബോ അല്ല, ഇത് ഒറ്റൊരു സിംഗിൾ പീസാണ്. ഈ ഒരു ഇയറിംഗിന് ഓൾമോസ്റ്റ് എനിക്ക് 150 or 160 അത്രയും എമൗണ്ട് ആയിട്ടോ. കണ്ടോ, ഇത് കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. വൈറ്റ് ബീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് സ്റ്റോൺ വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പം ഇടാനോ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷന് പോകുമ്പോൾ ഇടാനോ സാരിയുടെ ഒപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇയറിംഗ് ആയിരിക്കും. ഞാനിത് വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ്
മേ ബി 6 to 7 months എങ്കിലും എന്തായാലും ആയിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പം നല്ലൊരു ഇയറിങ്സ്. എനിക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. നമുക്ക് നല്ലോണം കുറച്ച് അത്യാവശ്യം വലിപ്പമുണ്ട്, പക്ഷെ അത്ര ഓവർ വലിപ്പവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ അത്ര ഇത് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വെയിറ്റ് ഒക്കെ തോന്നിക്കുമെങ്കിലും കുറേ മുത്തൊക്കെ ഉള്ളതുകൊണ്ട്, പക്ഷെ അത്ര വെയിറ്റും ഇല്ല നമ്മൾ കാതിലിടുമ്പോൾ. അപ്പോൾ ഓവറോൾ നല്ല രസമുണ്ട്. ഇതാണ് നമ്മുടെ അവസാനത്തെ മീഷോ ഇയറിങ്സ് ഇന്നത്തെ ഹോളിലാണ്. ഇത് നല്ല വലിപ്പമുള്ളൊരു കമ്മലാണ്. ഇത് ഞാൻ ഹിന്ദി സീരിയൽസിൽ ഇങ്ങനെ ആക്ട്രസസ് ഒക്കെ ഇടുമല്ലോ, അപ്പം അങ്ങനെ കണ്ടിട്ട് എനിക്കും ഇടണം എന്ന് തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. എനിക്കിട്ടപ്പോൾ എനിക്ക് ഇത് കാണാൻ ഭയങ്കര വലുതാണ്, പക്ഷെ എനിക്ക് ഇട്ടപ്പോഴും അത്യാവശ്യം വലിപ്പമുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഓവർ വലിപ്പം ചില ഇയറിങ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ കഴുത്ത് ഫുൾ ഇത്രയും നീണ്ടിട്ടൊക്കെ വരും. പക്ഷെ അങ്ങനെയൊന്നും അത്രയ്ക്ക് വലിപ്പമില്ല. കണ്ടോ, ഇട്ടപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. പക്ഷെ ഇത് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ട് ഈ ഒരു ഇയറിങ്ങിന് നമ്മളിടുമ്പോൾ. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ബാക്കിൽ സാധനം ഊരിപ്പോവും എന്നിട്ട് ഇതിൻ്റെ വെയിറ്റ് കാരണം തോന്നുന്നുണ്ട് പെട്ടെന്ന് ഇയറിങ്സ് താഴെയൊക്കെ വീഴും. ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഈ ഒരു കമ്മലിലാണ് എനിക്ക് മീഷോന്ന് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത്. കാരണം ഞാനിത് ആദ്യം ഓർഡർ ചെയ്യുമ്പോൾ ഇതിൽ ഫ്രണ്ടിൽ തന്നെ 5-6 ബീഡ്സ് മിസ്സിങ് ആയിരുന്നു ഈ സംഭവം. എന്നിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്ത് പിന്നെ റിട്ടേൺ ഒക്കെ ചെയ്തിട്ട് പിന്നെ വന്ന പ്രോഡക്റ്റാണിത്. ഇതിലും ഒരു 2 ബീഡ്സ് എവിടെ മിസ്സിങ് ആണ്, പക്ഷെ അതിങ്ങനെ ബാക്കിൽ ഈ സൈഡിലോട്ടായിട്ടാണ് അത് വരിക. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും റിട്ടേൺ ചെയ്യാൻ പോയില്ല, ഇതന്നെ വെച്ചു. പക്ഷെ ഇത് എനിക്ക് കമ്മൽ ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഇതൊരു വീണ്ടും ഇപ്പം റിട്ടേൺ ചെയ്തിട്ട് വീണ്ടും ഇതന്നെ സെയിം വാങ്ങിച്ചത്. ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചത്. അത് റിട്ടേൺ അല്ല, എക്സ്ചേഞ്ച് ആണ് വാങ്ങിച്ചത്. പക്ഷെ ഞാൻ പുറത്തേക്ക് എവിടേക്കൊന്നും ഇട്ടിട്ട് പോയിട്ടില്ല. ജസ്റ്റ് ഞാൻ ഇവിടെ വീട്ടിലിടും, പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കും, പിന്നെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു വർഷം എനിക്ക് ഗർഭ നൈറ്റിൽ നവരാത്രിയുടെ അതിന് പോകണമെന്നുണ്ട്. അപ്പം ആ ഒരു ഇവൻറ്റിന് പോകുമ്പോൾ അപ്പം എനിക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം അപ്പോൾ അങ്ങനത്തെ ഇവൻറ്റ്സിലൊക്കെ അവർ പൊതുവേ ഇങ്ങനത്തെ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ആണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യണം എന്നാണ്. പക്ഷെ ഇതിന് നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മളിങ്ങനെ തിരിയുമ്പോൾ ഈ വെയിറ്റ് കാരണം ഇതിൻ്റെ ബാക്കിൽ ഇട്ടിരിക്കുന്ന സംഭവം അത് പോയിട്ട് കമ്മൽ താഴെ വരും. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗർഭ നൈറ്റിനും ഇത് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ജസ്റ്റ് ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ മീഷോ ഇയറിങ്സ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇയറിങ്സ് വാങ്ങിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിനും ലിങ്ക് ഞാൻ മൈ വിഷ് ലിങ്കിൽ കൊടുക്കാം. മൈ വിഷ് ലിങ്ക് നമ്മുടെ ചാനലിൻ്റെ ബയോയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയി കണ്ടാൽ മതി. എന്നാൽ ശരി, നമുക്ക് വീണ്ടും ഒരു നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ബൈ.